ഇന്ന് നമുക്ക് നല്ല നാടൻ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തേങ്ങ ഒന്നും അരക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനെന്താ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 തുണ്ട് ഇഞ്ചിയും 1 കൂട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പച്ചമണം പോയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 1 വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 1.5 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിന് ശേഷം ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം നല്ല ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫാക്കി ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം ഞാനിത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഒരു 5-6 ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ട് നല്ലപോലെ അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളി വഴന്നതിന് ശേഷം പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇട്ടതൊക്കെ എരിവുള്ള മുളക് പൊടി തന്നെയാണ്. മുളക് പൊടി നമ്മൾ എണ്ണയിലിടുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റി അരച്ച് വെച്ചതാണത്. എന്ന് അത് ഇട്ടിട്ട് നല്ലപോലെ വെള്ളം വറ്റുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിൽ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വഴറ്റുക, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് നല്ലപോലെ കഴുകി കുതിർത്തി അരിച്ചെടുത്തതാണ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2-3-4 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം. നമ്മൾ മൂടി വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് മീനിൻ്റെ തലയും വാലും ഉടലും എല്ലാം പാടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഒരു തുണ്ട് മാങ്ങയും കൂടി ഇട്ടാൽ നല്ല കിടിലൻ കോമ്പിനേഷൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ വേണമെങ്കിൽ വറുത്തരക്കും ചെയ്യാം. പിന്നെ മീനിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു തക്കാളി സ്ലൈസ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് പച്ച തക്കാളി മീൻ കറിയിൽ ഇട്ടിട്ട് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളകിൻ്റെ പൊടിയുണ്ട്. പിന്നെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.